നമസ്കാരം. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പതിമൂന്നാം സമ്മേളനത്തിന്റെ 10ാം ദിവസമായ ഇന്ന് സഭ ശബ്ദമുഖരിതമായിരുന്നു. ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 4 ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ സഭയിൽ വാക്കാൽ മറുപടി നൽകിയത്. UGC മാർഗനിർദ്ദേശങ്ങളിന്മേൽ നടപടി, റോഡുകളിൽ ഏറ്റവും അപകട സാധ്യതയുള്ള സ്ഥലങ്ങൾ, പച്ചക്കറി ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത, ലീഡ്സ് പദ്ധതി എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. UGC കരട് മാർഗനിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് ഈ മാസം 20-ന് ദേശീയ വിദ്യാഭ്യാസ കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു സഭയെ അറിയിച്ചു. കേന്ദ്ര സർക്കാർ UGC മാർഗനിർദ്ദേശങ്ങളിലൂടെ നടത്തുന്ന ഭരണഘടനാ ലംഘനങ്ങൾക്കെതിരെ നിയമ പോരാട്ടം നടത്തുന്നതിനുള്ള സാധ്യത പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രസ്തുത കരട് മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ 20/2/25 ഫെബ്രുവരി 20-ന് ദേശീയ വിദ്യാഭ്യാസ കൺവെൻഷൻ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കൺവെൻഷനിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിമാരുടെ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് റോഡ് അപകടങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും മരണനിരക്ക് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ടെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ അറിയിച്ചു. വാഹനത്തിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉതകുന്ന ഡ്രൈവിംഗ് പരിശീലനം ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. നമ്മൾ എന്താണ് വണ്ടിയുടെ മെക്കാനിസം, അതിൻ്റെ ക്ലച്ചിൻ്റെ മെക്കാനിസം, ഗിയറിൻ്റെ മെക്കാനിസം എന്താണ്, അതിൻ്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എങ്ങനെയാണ്, ഇതൊന്നും ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആളെ പഠിപ്പിക്കാറില്ല. അപ്പോൾ വണ്ടി നമ്മൾ ഓടിച്ചു പോകുക എന്നുള്ളതല്ലാതെ സാങ്കേതികമായി നമുക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അപ്പോൾ സാങ്കേതികമായൊരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പരിഹരിക്കാൻ വണ്ടി ഉടമ തന്നെ ശ്രമിക്കണം. കേരളത്തിലെ ആഭ്യന്തര പച്ചക്കറി ഉൽപ്പാദനത്തിൽ വർധനവുണ്ടായതായും ഉൽപ്പാദനം 17.21 ലക്ഷം ടൺ ആയതായും കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് പറഞ്ഞു. വിഷരഹിത പച്ചക്കറി കൃഷിക്ക് സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. ഈ സർക്കാർ അധികാരത്തിൽ ഏകദേശം 15 ലക്ഷത്തോളം ടൺ പച്ചക്കറിയാണ് ഉൽപ്പാദിപ്പിച്ചിരുന്നതെങ്കിൽ ഇപ്പോഴത് 17.21 ലക്ഷം ടൺ ആയി വർദ്ധിപ്പിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. SC/ST വിഭാഗങ്ങൾക്ക് ഈ സാമ്പത്തിക വർഷം അനുവദിച്ച പദ്ധതികൾ വെട്ടിക്കുറച്ചതായി പറയപ്പെടുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. പ്രതിപക്ഷത്തു നിന്ന് ശ്രീ AP അനിൽകുമാറും മറ്റ് 5 പേരുമാണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് SC/ST ഫണ്ട് ഇത്രയും വെട്ടിക്കുറച്ചതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സംസ്ഥാനത്തെ SC/ST വിഭാഗങ്ങൾക്ക് 2024-2025 പദ്ധതി അടങ്കലിന്റെ ഭാഗമായി അനുവദിച്ച പദ്ധതികൾ 2025 ജനുവരി 22-25 തീയതികളിൽ ഉത്തരവ് പ്രകാരം വെട്ടിക്കുറച്ചതായും ഇതുമൂലം SC/ST വിഭാഗങ്ങളിൽ ഉളവായിട്ടുള്ളതായി പറയപ്പെടുന്ന ആശങ്ക ചർച്ച ചെയ്യുന്നതിന് നടപടികൾ നിർത്തിവെക്കണം എന്ന ഉപക്ഷേപം പരിഗണനയ്ക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ AP അനിൽകുമാർ, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി C. കാപ്പൻ, ശ്രീമതി KK രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിന് മറുപടി പറഞ്ഞ മന്ത്രിമാരായ OR കേളുവും മന്ത്രി KN ബാലഗോപാലും ഏറ്റവും കരുതലോടെ പട്ടിക വിഭാഗങ്ങളെ സംരക്ഷിക്കുന്ന ഗവൺമെന്റാണ് നിലവിലുള്ളതെന്ന് ചൂണ്ടിക്കാട്ടി. ഇക്കാര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രിമാർ പറഞ്ഞു. ഈ വകുപ്പിൽ ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ശരിയല്ല. അതുകൊണ്ട് ഇവിടെ ഈ അടിയന്തര പ്രമേയം ഇവിടെ കൊണ്ടുവന്നു. അത് സംബന്ധിച്ച് അത് നിർത്തിവെക്കണം എന്നുള്ള ആവശ്യം ഇല്ല. അതുകൊണ്ട് നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഞാൻ സഭ മുമ്പാകെ അറിയിക്കുന്നു. അങ്ങനെ പണം കൊടുക്കുക എന്നിട്ടും വീണ്ടും ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇങ്ങനൊരു അടിയന്തര പ്രമേയം വെച്ച് പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് പോലും സഹായകരമല്ല. കാരണം അവരിതൊക്കെ മനസ്സിലാക്കുന്നതാണ്, കിട്ടുന്നതാണ്, ഈ കണക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിപ്പോവാതെ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇരുന്ന് സഹകരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. മന്ത്രിമാരുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ സഭാ നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ മന്ത്രിയുടെയും ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെയും വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കണം എന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാക്കൌട്ട് പ്രസംഗം സ്പീക്കർ തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി. He spoke 9 minutes without any intervention. He spoke 9 minutes. പ്രതിപക്ഷ വേളത്തിനിടെ സഭയിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി മറുപടി നൽകി. മലബാർ മേഖലയിലെ വിവിധ വിനോദസഞ്ചാര വികസന പദ്ധതികൾ സംബന്ധിച്ച് ശ്രീ KT ജലീൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് മറുപടി പറഞ്ഞു.
ലിറ്റററി ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്തെയും മലബാറിനെയും ആ മേഖലയിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് ഞാൻ ഈ ശ്രദ്ധ ക്ഷണിക്കലിലൂടെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്. മലബാറിലെ ടൂറിസം വികസിച്ചാൽ അതിന്റെ ഗുണഭോക്താവായി മാറാൻ വേണ്ടി പോകുന്നത് കേരളത്തിന്റെ ടൂറിസം മേഖലയാണെന്ന് കണ്ടുകൊണ്ട് നിരവധി പദ്ധതികൾ ഈ മേഖലയിൽ നടപ്പിലാക്കി വരുന്നു. സാർ, കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി മലബാർ ടൂറിസത്തിന് വേണ്ടി ഒരു സംസ്ഥാന സർക്കാർ B2B മീറ്റ് സംഘടിപ്പിച്ചത് ഈ വർഷമാണ്. 7 സബ്മിഷനുകൾക്കുള്ള മറുപടി അതത് മന്ത്രിമാർ മേശപ്പുറത്ത് വെച്ചു. രണ്ടായിരത്തി 24-25 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിലേക്കുള്ള അന്തിമ ഉപധനാഭ്യർത്ഥനകൾ സഭ ചർച്ച കൂടാതെ പാസാക്കി. ചർച്ച കൂടാതെ പാസാക്കുന്ന ഉപധനാഭ്യർത്ഥനകൾ സംസ്ഥാന നിയമസഭ എന്ന ഒന്നാം പ്രധാനാഭ്യർത്ഥന പേരിൽ 8,90,29,000 രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കുന്ന വർഷത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപധനാഭ്യർത്ഥന പാസ്സായിരിക്കുന്നു, ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പുള്ള 4 നമ്പർ ധനാഭ്യർത്ഥന പേരിൽ 304,56,05,000 രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കുന്ന വർഷത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപധനാഭ്യർത്ഥന പാസ്സായിരിക്കുന്നു, ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. പെൻഷനും പലവകയുമെന്ന 16 നമ്പർ ധനാഭ്യർത്ഥന പേരിൽ 3,020,51,60,60,000 കോടി രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കുന്ന വർഷത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപധനാഭ്യർത്ഥന പാസ്സായിരിക്കുന്നു, ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. 2025 കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ബിൽ, കേരള വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസന ഭേദഗതി ബിൽ എന്നിവ സഭയിൽ അവതരിപ്പിച്ചു. കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ബിൽ ഞാൻ അവതരിപ്പിക്കുന്നു. ഓർഡിനൻസ് പ്രഖ്യാപിച്ചുകൊണ്ട് സത്വര നിയമനിർമ്മാണം നടത്തുവാനുണ്ടായ സാഹചര്യം വിശദീകരിച്ചുകൊണ്ട് ചട്ടം 75(1) പ്രകാരമുള്ള സ്റ്റേറ്റ്മെന്റും ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ബിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഇനി 2025 കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ബിൽ സാമൂഹ്യ സേവനം സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 13 പരിഗണനയ്ക്ക് അയക്കണമെന്ന് ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബില്ല് സബ്ജക്ട് കമ്മിറ്റി 13 പരിഗണനയ്ക്ക് അയക്കുന്നു. സർ, 2024 കേരള വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസന ഭേദഗതി ബിൽ വ്യവസായവും ധാതുക്കളും സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 4 പരിഗണനയ്ക്ക് അയക്കുന്നത് ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ചർച്ചയില്ല. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ചർച്ചയില്ല. ഇനി 2024 കേരള വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസന ഭേദഗതി ബിൽ വ്യവസായവും ധാതുക്കളും സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 4 പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ സബ്ജക്ട് കമ്മിറ്റി 4 പരിഗണനയ്ക്ക് അയക്കുന്നു. പ്രതിപക്ഷ വേളത്തിനിടെ സഭാ നടപടികൾ പൂർത്തിയാക്കി രാവിലെ 11:37 സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇനി മാർച്ച് 3 സഭ വീണ്ടും സമ്മേളിക്കും. ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും മാർച്ച് 3 തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു. നമസ്കാരം.